അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹറം മാസം നമ്മളിലേക്ക് ആഗതമാകാൻ പോകുകയാണ്. മുഹറം 1-ാം തീയതി ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് 113 തവണ ഒരു വെള്ള പേപ്പറിൽ എഴുതി അത് നമ്മളുടെ പേഴ്സിൽ ഇട്ട് കഴിഞ്ഞാൽ, അത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ, അടുത്ത മുഹറം 1 ആകുന്നതിന് മുമ്പ് നമുക്ക് വരുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. മുഹറം 1 നാളെയാണെങ്കിൽ നാളെ സുബിഹി തൊട്ട് മഗ്രിബ് വരെയുള്ള സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ഈ ബിസ്മി നമുക്ക് എഴുതാം. എന്തിനു വേണ്ടിയാണ് 113 തവണ ഈ ബിസ്മി എഴുതേണ്ടത്? എങ്ങനെയാണ് അത് എഴുതേണ്ടത്? എപ്പോഴാണ് എഴുതേണ്ടത്? ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായി നിങ്ങളോട് പറയാൻ പോവുകയാണ്. മുഹറം 1-ൻ്റെ അന്ന് സുബിഹി നിസ്കരിച്ചതിന് ശേഷമാണ് നല്ല സമയം. മഗ്രിബ് വരെ എഴുതാം, എന്നാലും സുബിഹി നിസ്കരിച്ചതിന് ശേഷം വുളൂഹോടുകൂടി കിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ഒരു വെള്ള പേപ്പർ എടുത്തുകൊണ്ട് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ഒറ്റ അർഫിൽ 19 അർഫുകളുണ്ട്. ഒറ്റ അർഫിൽ ഒന്നിന് ഒന്ന് മുട്ടാത്ത രീതിയിലാണ് എഴുതേണ്ടത്. കിബിലക്ക് മുന്നിട്ടിരിക്കണം. അതുപോലെ നല്ല നിയ്യത്ത് വേണം. ആരോ ഒന്ന് പറഞ്ഞ് ഇത് ശരിയാകുന്നോ എന്ന് നോക്കാം എന്ന ഉദ്ദേശത്തോടെ എഴുതരുത്. ശരിയാകും, എൻ്റെ കാര്യങ്ങളൊക്കെ സാധിക്കും, എൻ്റെ ഹലാലായ ഉദ്ദേശങ്ങളെ സാധിക്കും, എൻ്റെ എല്ലാ ബുദ്ധിമുട്ടും എൻ്റെ എല്ലാ തടസ്സങ്ങളും നീങ്ങും എന്ന ഉദ്ദേശത്തോടു കൂടി എഴുതണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉള്ള ഒരുപാട് ഇടങ്ങേറുകൾ നമുക്ക് തട്ടാതിരിക്കാൻ, ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് അല്ലാഹു തആല ദാരിദ്ര്യം വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ ദാരിദ്ര്യത്തെ തട്ടി ദൂരത്താക്കാൻ വേണ്ടി ഒക്കെ ഈ ബിസ്മി നമുക്ക് ഉപകാരപ്പെടും. ഇങ്ങനെ 113 തവണ ഒറ്റ അർഫിൽ എഴുതിയതിന് ശേഷം ഇതിനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ല മടക്കിയതിന് ശേഷം ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ച് അതിനെ പേഴ്സിൽ വെക്കാം. അപ്പോൾ ഓതുന്ന സമയത്ത്, ഇത് എഴുതുന്ന സമയത്ത് ഒന്ന് വുളൂഹ് വേണം, പ്രത്യേകിച്ചും വുളൂഹ് വേണം. കിബിലക്ക് മുന്നിട്ടിരിക്കണം. വെളുത്ത പേപ്പറിലാണ് എഴുതേണ്ടത്. ഒറ്റ അർഫിലാണ് എഴുതേണ്ടത്. 19 അർഫുകളുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ അവസാനം അതിൻ്റെ ഫോട്ടോ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ അത് നോക്കി അതുപോലെ എഴുതണം. അപ്പോൾ നല്ല നിയ്യത്ത് വേണം. ഇത് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് വരുന്ന മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഒന്നെങ്കിൽ പേഴ്സിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മളുടെ അലമാരയിലോ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ നല്ല ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ കാണും. ദാരിദ്ര്യം നമ്മളിൽ നിന്നും അകന്നു പോകും. ഒരുപാട് ബർക്കത്ത് ജീവിതത്തിലുണ്ടാകും, ഐശ്വര്യങ്ങളുണ്ടാകും. അതുപോലെ നമ്മൾക്ക് സാമ്പത്തികമായ ഒരുപാട് പുരോഗമനം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ അറിവ് മുതൽ 15 വർഷത്തോളമായി എനിക്ക് ഈ അറിവ് കിട്ടി. കിട്ടിയതിന് ശേഷം ഞാനത് എഴുതുന്നുണ്ട്. ഷംസുൽ മഹാരിഫുൽ കുബ്ര എന്ന കിതാബിൽ കണ്ടിട്ടാണ് ഇത് ഞാൻ എഴുതാൻ തുടങ്ങിയത്. അന്ന് മുതൽ ഇന്ന് വരെ ദാരിദ്ര്യം എന്നൊരു സംഭവം എന്നെ പിടികൂടിയിട്ടില്ല. ദാരിദ്ര്യം ഉണ്ടായ സമയത്ത് ഞാൻ എഴുതി. അതിനുശേഷം ദാരിദ്ര്യം മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി യാചിക്കേണ്ട ഒരവസ്ഥ എത്തിയിട്ടില്ല. മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട രീതിയിൽ എത്തിയിട്ടില്ല. കടം ചോദിക്കേണ്ട ഒരവസ്ഥ പോലും എത്തിയിട്ടില്ല. സത്യമാണ് ഇത് പറയുന്നത്, എൻ്റെ അനുഭവമാണ്. ഇത് യൂട്യൂബിൽ ഒരുപാട് ഇതിനെക്കുറിച്ച് വീഡിയോ ഉണ്ട്. അത് നിങ്ങൾ കണ്ടാൽ, ആ വീഡിയോ കേട്ടതിന് ശേഷം അതിൻ്റെ അടിയിൽ കമൻറ്റ് നോക്കിയാൽ നിങ്ങൾക്കറിയാം എത്ര ആളുകൾക്കാണ് ഇതിൻ്റെ ഫലം കണ്ടത് എന്ന്. അപ്പം അതുകൊണ്ട് നിങ്ങളും നല്ല വിശ്വാസത്തോടു കൂടി ഫലം പിടിക്കുമോ, ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് നിങ്ങളൊരിക്കലും ചിന്തിക്കരുത്. ഇതെനിക്ക് ഫലമുണ്ട്. ബിസ്മിനെ കുറിച്ചിട്ട് പഠിക്കുന്നെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ബിസ്മിയെക്കുറിച്ചിട്ട് തന്നെ ഉസ്താദുമാർക്ക് ബാല് പറയാനുണ്ടെങ്കിൽ മാസങ്ങളോളം അതിൻ്റെ പൊരുൾ നമ്മൾക്ക് ഉസ്താദുമാർക്ക് പറയാനുണ്ടാകും. അത്രത്തോളം പവറുള്ള സംഭവമാണ് ബിസ്മി എന്ന് പറയുന്നത്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നാണ് നമ്മൾ എഴുതുന്നത്. 113 തവണയാണ്.
അത് എഴുതേണ്ട സമയം ഞാൻ പറഞ്ഞു. ഒന്നെങ്കിൽ സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ നമ്മൾക്ക് മഗ്‌രിബിൻ്റെ ഉള്ളിൽ ഏത് സമയത്തുമാകാം. മുഹറം 1-ാം തീയതിയാണ് ഇത് എഴുതേണ്ടത്. അടുത്ത മുഹറം 1 ഇതിനെ നമ്മൾ മാറ്റി അടുത്ത മുഹറം ഇതുപോലെ എഴുതണം. അപ്പോൾ ഇത് ഒരു വർഷത്തേക്കുള്ളതാണ്. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്കറിയാവുന്ന സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും നിങ്ങൾക്കറിയാവുന്നവർക്കും ഒക്കെ ഇത് പറഞ്ഞു കൊടുക്കുക. കാരണം ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് പറയാൻ കാരണം ഉപകാരപ്പെടും. കാരണം നമുക്കൊരു സത്യം പറഞ്ഞെങ്കിൽ ഇതിൽ മാറ്റമുണ്ട്, ജീവിതത്തിൽ മാറ്റം വരും. അപ്പം നമ്മൾ എഴുതേണ്ടത് ആ രീതിയിലാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ വലിയ അശുദ്ധി തൊട്ടും ചെറിയ അശുദ്ധിയിൽ നിന്നും ഒക്കെ നമ്മൾ ശുദ്ധിയാകണം. ആദ്യം നല്ല ഒളുവോട് കൂടിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. കിബിലക്ക് മുന്നിട്ടിരിക്കണം. അതിൻ്റെ അതവോട് കൂടി നമ്മൾ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഫലം കാണും. അതുപോലെ ഹർഫുകൾ അങ്ങനെ തൊട്ട് മുട്ടിപ്പോകരുത്. ഒന്നും മുട്ടാതെ രീതിയിൽ നമ്മൾ എഴുതണം. ബായിന് പുള്ളിയിടാം, നൂനിന് പുള്ളിയിടുന്നതിൽ പ്രശ്നമില്ല എന്നാണ് പല കിതാബുകളിലും കാണപ്പെട്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കത് കാണുക തന്നെ ചെയ്യും. നിങ്ങൾ ഇത് എഴുതുന്നതിന് മുമ്പ് എങ്ങനെയാണോ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നത് അതിനേക്കാളും ഒരു മാറ്റം ഇത് എഴുതിയത് പോക്കറ്റിലിട്ടതിന് ശേഷം അത് നിങ്ങൾക്ക് കാണുക തന്നെ ചെയ്യും. അപ്പോൾ ഇതെല്ലാം എഴുതി ആ പേപ്പർ മടക്കി നിങ്ങൾ ഒരു പേപ്പറിൽ തന്നെ ഒതുക്കാൻ നോക്കണം. ചെറിയ രീതിയിൽ എഴുതണം. എന്നതിന് ശേഷം ചെറിയ മടക്കി പേഴ്സിൽ പിടിക്കാവുന്ന രീതിയിൽ മടക്കി അതിലേക്ക് നമുക്ക് സെല്ലോ ടേപ്പ് ഒട്ടിച്ച് വെള്ളം കിടക്കാത്തുള്ള രീതിയിൽ, വെള്ളം എന്തായാലും കിടക്കില്ല പേഴ്സിലിട്ടാൽ, ആ ഒരു രീതിയിൽ അതിനെ ഒട്ടിച്ച് നമ്മളെ പേഴ്സിൻ്റെ ഒരു കള്ളിയിൽ എവിടെയെങ്കിലും ഇത് സൂക്ഷിച്ച് വെച്ചാൽ മതി. അത് ഒരു കണക്കിന് പേഴ്സിൽ വെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അലമാരയിൽ വീട്ടിൽ സൂക്ഷിക്കാം. ഒരുപാട് ബർക്കത്തുണ്ടാകും. അത് വെച്ച സ്ഥലത്ത് തന്നെ വല്ലാത്ത ബർക്കത്തുണ്ടാകും. പേഴ്സിലാണെങ്കിൽ നമ്മൾക്ക് എല്ലാ ആഫത്തിൽ നിന്നും മുസീബത്തിൽ നിന്നും അതൊരു കാവൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് ആരും മറക്കരുത്. ഞാൻ ഈ പറഞ്ഞ അറിവ് നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ അറിവ് എല്ലാവർക്കും ഒന്ന് എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.